അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? ലൈഫ് വിത്ത് ആമിയിലെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോ കണ്ട പോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമത്തിലും എല്ലാത്തിലും വൈറലായിക്കൊണ്ട് പോകുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇത് ഞാനൂടെ ഉള്ളൂ ട്രൈ ചെയ്യാമെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്കിതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാം. ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകം, ഉപ്പ്, വെളുത്തുള്ളി, ഒരു നാരങ്ങയുടെ പീസ്, അത് പിന്നെ മതി, എന്നാലും ഞാൻ എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ 3-4 വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട്. പിന്നെ അതാ നോക്കിയാൽ നമ്മുടെ മെയിൻ ഐറ്റം വഴുതനങ്ങയാണിത്. ഇത്രയും വലിയ സൈസ് വഴുതനങ്ങയാണ് കേട്ടോ ഇതിനെടുക്കുന്നത് നല്ലത്. ഇനി ഞാൻ ഈ മസാലയെല്ലാം കൂടെ ഒരു ജാറിലേക്ക് ഇടുവാണ്. നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒത്തിരി പേസ്റ്റായി പോവണ്ട, ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന ചില്ലി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 10 അല്ലി ഗാർലിക് എടുത്തിട്ടുണ്ട്. ഒരു വഴുതനങ്ങയല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചു കൊടുക്കാം. ഇനി നമുക്കിതാ നോക്ക്, ഇതേപോലത്തെ ഒരു പേസ്റ്റ് മതി. നല്ല പേസ്റ്റ് ആവണ്ട, ഇച്ചിരി ഒരു ഗ്രെയിൻസ് ആയിട്ട് എടുക്കണം. ഇനി നമ്മൾ മിക്സ് ചെയ്ത ജാറില്ലേ, അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ വഴുതനങ്ങ കട്ട് ചെയ്തേക്കുന്ന കണ്ടോ, നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പക്ഷെ ഒത്തിരി ആഴത്തിൽ കട്ട് ചെയ്യാതിരിക്കുക. എനിക്കൊരു ഇടയ്ക്കൊക്കെ വെച്ച് നല്ല ആഴത്തിലായിപ്പോയി. അത് നമുക്ക് ആ പീസ് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഈ മിക്സ് നന്നായിട്ട് പുരട്ടുക. ഇത്രയും വലിയ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ 2 സൈഡും മുറിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ബാക്കി ഒരു വെഴുക്കുവരട്ടിക്കുള്ളതുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇതൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആ വഴുതനങ്ങ അതിലേക്ക് ഇറക്കി വെക്കാം. സിമ്മിലിട്ടേക്കും കേട്ടോ, ഹൈ ഫ്ലെയിമിലിടണ്ട. വഴുതനങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല സിമ്മിലിട്ട് കുറച്ച് സമയമെടുത്ത് വേവിക്കേണ്ട ഐറ്റമാണ് കേട്ടോ. അറിയാലോ, വഴുതനങ്ങ പെട്ടെന്ന് വേവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. സിമ്മിൽ തന്നെ ഇട്ടേക്കുക, ഹൈ ഫ്ലെയിമിലിടണ്ട, മീഡിയം ഫ്ലെയിം വേണ്ട, സിമ്മിൽ തന്നെ ഇട്ടേക്കാം. കുറച്ച് കഴിയുമ്പോൾ ദേ ഇങ്ങനെ വരും. ഇനി നമുക്കതൊരു ഫോർക്ക് കൊണ്ട് ഈ മസാലയെല്ലാം അകത്തേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, മസാലയൊക്കെ അകത്തോട്ട് പൊക്കോളും. എന്തായാലും നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ, കൂടുതൽ അങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കട്ട് ചെയ്തപ്പം ചെറുതായിട്ടൊന്ന് അങ്ങും ഇങ്ങുമൊക്കെ ഒന്ന് ഇച്ചിരി ആഴത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു പീസ് നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മുറി നാരങ്ങ മതി. അത് ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരട്ടെ. ഇനി നമ്മൾ മെല്ലെ ഈ വഴുതനങ്ങ ഒന്ന് തിരിച്ചിടണം. എണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു, കുറച്ച് എണ്ണയും കൂടെ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനിയും വീണ്ടും ഞാൻ ആദ്യം ചെയ്ത പ്രോസസ്സ് തന്നെയാണ്. ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മേളിൽ കുറച്ച് നാരങ്ങ നീരും സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും മസാല, ആ പാനിൽ കിടക്കുന്ന മസാലയെല്ലാം നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഒട്ടും മസാല കളയരുത്, നല്ല ടേസ്റ്റാണ് ആ മസാലയ്ക്ക്. തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പം തന്നെ വഴുതനങ്ങ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നല്ല കുത്തരി ചോറിൻ്റെ കൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മാത്രം മതി. പക്ഷേ എനിക്ക് കുറച്ച് പുളിശ്ശേരി കൂടെ വേണം കേട്ടോ. ആ വഴുതനങ്ങയുടെ ആ ഒരു ടെക്സ്ചർ ഉണ്ടോ ആ എടുത്ത് വെച്ചപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, വളരെ ഈസിയാണ്. ശരി, അപ്പോൾ എങ്ങനെ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ.